കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കൊഴുവ പീരോദിക്കാതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ 1/4 കിലോ കൊഴുവ ഞങ്ങളിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് ഇനി ചോദിക്കാം. ഞാനിവിടെ 1/4 കിലോ കൊഴുവ ചെറിയ സൈസാണ് കണ്ടത്. ഇത് ഞാനിവിടെ നന്നാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴുവേനെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ആദ്യം വേവിച്ചെടുക്കാം. നമുക്ക് ഇനി കൊഴുവ നമുക്ക് ചട്ടിയിലിട്ട് വേവിക്കാം. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് കൊഴുവ അതിനകത്ത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ പച്ചമുളകാണ് കൂടുതൽ നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അത് കാരണം കൊണ്ട് മുളക് പൊടി കുറച്ച് ഇട്ടിട്ടോളാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട. എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. ഇനി നമുക്ക് സ്റ്റവ് കത്തിക്കാം. ഇനി ഒരു 5 മിനിറ്റ് നേരം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. വെള്ളം അതിൽ തന്നെ ഉണ്ടാവും. കൊഴുവ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങപ്പീര ഒന്ന് ഒതുക്കിയെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മുറി തേങ്ങ, ഒരു അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങയാണ്, അതിൻ്റെ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, വേപ്പില, പിന്നെ 1/4 കപ്പ് ചുവന്നുള്ളി ഇടുന്നതാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. സവാളയേക്കാളും നല്ലത് ചുവന്നുള്ളിയാണ്. അതിന് ഞാൻ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. നല്ലോണം അരഞ്ഞു പോകാതെ പതുക്കി ഒന്ന് ചതച്ച പോലെ എടുക്കണം. ഈ ഒരു പരുവത്തിലാണ് തേങ്ങ നമ്മൾ അടച്ചെടുക്കേണ്ടത്. നന്നായി അരഞ്ഞു പോകാൻ പാടില്ല. ഇതുപോലെ ചതഞ്ഞിരിക്കണം. കണ്ട ഉള്ളിയൊക്കെ നല്ലോണം നല്ല പാകത്തിന് അരഞ്ഞിട്ടുണ്ട്. എന്നാൽ നല്ലോണം അരഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കാം. ഇനി നമുക്കിത് വേവിച്ച മീനിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കേണ്ടതാണ്. മീൻ എന്തായാലും നോക്കാം. ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. മീൻ വെന്തോന്ന് നോക്കട്ടെ. മീൻ നല്ലോണം വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കയ്യിലുകൊണ്ട് തന്നെ ഇതിനൊന്ന് പതുക്കെ പൊടിക്കാം. മീൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒതുക്കിയെടുത്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സാക്കാം. ഇതിൽ ഞാൻ ഇതുവരെ വെളിച്ചെണ്ണയൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് ലാസ്റ്റാണ് ഇതിൻ്റെ മുകളിൽ വെറുതെ പച്ച വെളിച്ചെണ്ണയാണ് ഇതിൽ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതൊന്ന് ഇളക്കി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല പാകത്തിന് വരുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അത്രയേ ഉള്ളൂ. നമ്മളിതിൽ വെളിച്ചെണ്ണ ലാസ്റ്റ് ചേർക്കണ കാരണം കൊണ്ട് മറ്റേ അലുമിനിയം ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണെങ്കിൽ അടി പിടിക്കാതെ കിട്ടും. നമുക്കിതൊരു 5 മിനിറ്റോളം നമുക്ക് ഇത് ഇളക്കി വേവിക്കേണ്ടി വരും. വെളുത്തുള്ളിയും ഉള്ളിയും തേങ്ങയൊക്കെ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാൻ വേണം. പിന്നെ അതിനകത്തെ വെള്ളത്തിൻ്റെ അംശം വറ്റിപ്പോണ വരെയും ഇത് നല്ലോണം ഇളക്കി വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ കൊഴുവ എടുത്ത പോലെ തന്നെ ചെമ്മീൻ, അതുപോലെ സ്രാവ്, അതുപോലെ തന്നെ ചെറിയ തരം ചാള, ഇതൊക്കെ നമുക്കിതുപോലെ പീരൊതുക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എരിവൊക്കെ അധികം ഇടാതെ നോക്കിയാൽ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടം. ഇപ്പോൾ നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ വറ്റി, അതുപോലെ ഉള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി സ്റ്റവ് ഓഫാക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഉപ്പ് പാകത്തിന് നോക്കി കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. എന്നാൽ പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കൊഴുവ പീര ഒതുക്കിയത് ശരിയായിട്ടുണ്ട്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ മുളക് വറുത്ത് വെക്കണമെന്ന് ഇടണമെന്ന് നിർബന്ധമില്ല. ഞാനിതിപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ചു എന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചാളയും സ്രാവായാലും ചെറിയ ചെമ്മീനൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതുള്ളൂ. എന്നിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റായി രേഖപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾ. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.